എത്തിക്കാൻ ഹില്ലി അക്വ കമ്പനിയെ തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം ചൂരൽമലയിൽ നിന്നും ജനപ്രതിനിധി ചേരുന്നുണ്ട്, നൂറുദ്ദീൻ ചേരുന്നുണ്ട്. നൂറുദ്ദീൻ, എങ്ങനെയാണ് ഇപ്പോൾ? ദയനീയമായ കാഴ്ച തന്നെയാണ് നമുക്കുള്ള. ഇപ്പോൾ രണ്ടാം ദിനമായി ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉറ്റവരെ തേടി ആശുപത്രികളിലും ക്യാമ്പുകളിലും അലയുകയാണ്. മൃതദേഹങ്ങൾ ഓരോന്ന് വരുമ്പോഴും അവർ നോക്കുന്നു തങ്ങളുടെ ഉറ്റവരാണോ എന്നുള്ളത്. എന്തൊക്കെയാണ് താങ്കൾക്ക് അവിടുന്ന് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ? ഇപ്പോ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ അകപ്പെട്ട് കിടക്കുന്ന ബോഡികൾ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. NDRF-ഉം സന്നദ്ധ സംഘടനകളൊക്കെ കൂടെ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് നന്നായി നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. കുറെ ആളുകൾ ഇനിയും മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്, അവരെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തകൃതിയിലുള്ള ഇതാണ് ഇപ്പൊ നമ്മളിവിടെ നടക്കുന്നത്. എല്ലാ ഭാഗത്തും എല്ലാവരുടെ സഹായം എത്തിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് മഴ ഒന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബോഡി എടുക്കാനും പിടിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. എങ്ങനെയെങ്കിലും ഒരു ഇറ്റാച്ച് അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. തീർച്ചയായും. അതേപോലെ തന്നെ നൂറുദ്ദീൻ, ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ തങ്ങുന്നവർക്കാണെങ്കിലും രക്ഷപ്പെടുത്തിയവർക്കൊക്കെ മരുന്നുകൾ, ഭക്ഷണങ്ങൾ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഇതിപ്പം കൃത്യമായി അവർക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനായി പലരും സഹായഹസ്തങ്ങൾ, പുതിയ സഹായങ്ങൾ ആൾക്കാർ നൽകുന്നുണ്ടോ? അതിനൊക്കെ പ്രതിസന്ധി നേരിടുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ? നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. വണ്ടി വരുന്നുണ്ട്, ഒരു മിനിറ്റ് സാറേ. തീർച്ചയായും നൂറുദ്ദീനാണ്. പഞ്ചായത്തിൽ നിന്ന് ഒരു പേപ്പർ കയറി മേടിക്കും, ഞാൻ വിളിക്കാം. ഹലോ, നൂറുദ്ദീനാണ് ജനപ്രതിനിധി, ചൂരൽമലയിൽ നിന്നും ചേരുകയായിരുന്നു. അദ്ദേഹവും പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനവും നടക്കുന്നത്. അതേപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്തായാലും ഭക്ഷണത്തിനായാലും മരുന്നിനായാലുമുള്ള സംവിധാനങ്ങളെല്ലാം കൃത്യമായി തന്നെ എത്തിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹവും നൽകുന്നത്. എന്നാലും ചിലപ്പോൾ അതും തികഞ്ഞു എന്ന് വരില്ല. നമ്മൾ കേരളക്കര ഒട്ടാകെ ഇതിനുവേണ്ടി, അല്ലെങ്കിൽ അവർക്കുള്ള സഹായത്തിന് വേണ്ടി നമ്മളും ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ്. നൂറുദ്ദീൻ എന്തായാലും ഇപ്പോഴും ലൈനിലുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ പല മൃതദേഹങ്ങളും ചാലിയാർ പുഴയുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ തന്നെ വിവരം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ മേൽക്കൂര പൊളിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് താങ്കളും നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. എങ്ങനെയാണ് അത്? ഇറ്റാച്ചു ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ നമ്മളെ NDRF-ഉം ടീമും കയറൊക്കെ കെട്ടി വലിച്ചിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതിന് പറ്റുന്നില്ല. അപ്പൊ അതിന് ഇറ്റാച്ചു ഇതൊക്കെ സംവിധാനങ്ങൾ നോക്കുന്നുണ്ട് സാറ്. പിന്നെ എനിക്ക് സാറ്, നിങ്ങൾ ചാനലിലൂടെ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു കേസ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളെ നിലമ്പൂര് ചാലിയാറിൽ നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന 29-30 ബോഡി ഉണ്ട്. അപ്പൊ അതില് കുറെ ആളുകൾ ഒന്ന് പോയി വെരിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറെ ബോഡികൾ ഇപ്പോൾ ആളുകൾ പോയി തിരിച്ചിവിടെ കൊടുന്ന് മറവ് ചെയ്യുന്നുണ്ട്. അത് പറ്റുന്ന ആളുകളൊക്കെ പോവുകയാണെങ്കിൽ അവരെ ആരുടെ ബോഡി എന്ന് അറിയണമെങ്കിൽ അവർക്കത് പോയി പെട്ടെന്ന് കണ്ടുപിടിക്കാന്നാണ് അവിടുന്ന് എനിക്ക് കിട്ടിയ വിവരം. അപ്പൊ അതൊന്നും അറിയിക്കണം. തീർച്ചയായും നൂറുദ്ദീൻ, നമ്മളൊപ്പമുണ്ട്. കാരണം കേരളക്കര വയനാടിനൊപ്പമാണ്, ചൂരൽമലയ്ക്കൊപ്പമാണ്, മുണ്ടക്കൈക്കൊപ്പമാണ്. കാരണം ഇപ്പോൾ നൂറുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ നിലമ്പൂരിൽ കണ്ടെത്താനാകാതെ അല്ലെങ്കിൽ തിരിച്ചറിയാനാവാതെ 29ഓളം മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് നൂറുദ്ദീൻ കിട്ടിയ വിവരം അനുസരിച്ച് പറയുന്നത്. അതെല്ലാം കൃത്യമായി അവിടെ ചെന്ന് അടയാളപ്പെടുത്തി അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ഉറ്റവരിലേക്ക് ആ ഒരു മൃതദേഹമെങ്കിലും അവസാനം ഒരു നോക്ക് കാണാനെങ്കിലും ഉള്ളൊരു സംവിധാനം ഇനിയും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് തീർച്ചയായും ഈ ഒരു നമുക്കിടയിലൂടെ, നമ്മളൊരു മധ്യസ്ഥതയിലൂടെ നിന്ന് നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ്. കാരണം അവരെയും തിരിച്ചറിയേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. തലേദിവസം രാത്രി പെട്ടെന്നൊന്ന് കിടന്നുറങ്ങാൻ പോയതിന് ശേഷം പിന്നെ ചിലർ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ചുറ്റിനും മണ്ണ് അല്ലെങ്കിൽ വെള്ളം. അതേപോലെ തന്നെ ചിലർ കണ്ണ് തുറന്നിട്ടുമില്ല. പല ഭാഗങ്ങൾ നഷ്ടപ്പെട്ട രീതിയിലാണ്. അത്തരത്തിലുള്ള പല മൃതദേഹങ്ങളും ഒക്കെയാണ് ഈ ഇപ്പോൾ നൂറുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ നിലമ്പൂർ ഭാഗത്തെത്തുക. അതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് അവസ്ഥ. തീർച്ചയായും നൂറുദ്ദീൻ, അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മരുന്ന് സംവിധാനങ്ങൾ, ഭക്ഷണം, ക്യാമ്പുകൾ, ഇതിനൊക്കെ എങ്ങനെയായാലും പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ തരാനുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ സഹായങ്ങൾ ഇപ്പോൾ നിലവിൽ ആവശ്യമുണ്ടോ?
ആവശ്യമുണ്ട്. ഇപ്പൊ ഓൾറെഡി ഒരു 10,500 2000 മുകളിൽ ആളുകളാണ് ക്യാമ്പിലുള്ളത്. പക്ഷെ അവർക്ക് എടുത്ത ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ഇട്ടെടുത്ത ഡ്രസ്സും കൊണ്ടാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷെ എങ്കിലും അവർക്ക് ഡ്രസ്സ്, സാമഗ്രികളൊക്കെ എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും സാധനങ്ങൾ എത്തുന്നുണ്ട്. പരമാവധി സാധനങ്ങൾ, ഡ്രസ്സ്, മുണ്ട് സാധനങ്ങളൊക്കെ എത്തുകയാണെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ ആളുകളും അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 10,500 2000 ആളുകൾ ശരിക്കും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത്. ഓക്കെ. തീർച്ചയായും നൂറുദ്ദീൻ, അതേപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സഹായവുമായി ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള തരത്തിലും വിവരം ലഭിച്ചിരുന്നു. നൂറുദ്ദീനെയും അതേപോലെ തന്നെ സഹായങ്ങൾ നൽകാം എന്ന രീതിയിൽ ആളുകൾ വിളിച്ചിരുന്നു. എന്നെ ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് നിലമ്പൂര് ഭാഗത്തുനിന്ന് അവര് ചോറും സാമ്പാറും വെച്ചിട്ട് രാത്രി നിന്ന് ഉറക്കൊഴിച്ച് ചോറ് വെച്ചിട്ട് രാവിലെ പുലർച്ചെ 6 മണിക്ക് നമ്മളെ ക്യാമ്പിലേക്ക് ഭക്ഷണം നിലമ്പൂരിൽ നിന്നാണ് എത്തിച്ചത്. രാത്രി പുലർച്ചെ 4 മണിക്ക് അവർക്കുള്ള ചോറും കറിയായിട്ടാണ് ആളുകൾ എത്തുന്നത്. അത്ര കണ്ട ആളുകളുടെ ഭാഗത്തു നിന്നാണ് സഹായം നമുക്ക് ലഭിക്കുന്നത്. അതെ, തീർച്ചയായും. കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്തായാലും നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണല്ലോ. തീർച്ചയായും നിങ്ങൾ എന്തായാലും ചുരൽമല, എന്തായാലും അവിടുത്തെ നിവാസികളാണെങ്കിലും പ്രദേശത്ത് ആരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒത്തുചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിയെയും അല്ലെങ്കിൽ ഇതിനെയും അതിജീവിക്കുന്ന 2 പ്രളയത്തെ അതിജീവിച്ചവരാണ്. അപ്പോൾ നമ്മൾ ഇതിനെയും തീർച്ചയായും അതിജീവിക്കുക തന്നെ ചെയ്യും. ഇനിയും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിലൂടെ തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. നൂറുദ്ദീൻ, എന്താണെങ്കിലും താങ്കൾക്ക് ഇവിടെ നമ്മളോട് പറയാം. അതേപോലെ തന്നെ ഇനിയും പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മളോട് അറിയിക്കാം. അതേപോലെ ഇനിയും രക്ഷാപ്രവർത്തനം എന്തായാലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇപ്പോൾ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെയൊക്കെ കൃത്യമായി രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചോ നൂറുദ്ദീൻ? ഇല്ല, അവര് അങ്ങോട്ട് ഇപ്പൊ എത്തുന്നുള്ളൂ. ഒരു ബാച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു 6 പേര് അവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ആ ഉരുൾപൊട്ടി വന്നതിന്റെ അക്കരെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സന്നദ്ധ സംഘടനകളും NDRFന്റെ ആളുകളും അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരടുത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് അവർ എത്തുമെന്നാണ് എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. തീർച്ചയായും നൂറുദ്ദീൻ, വളരെയധികം നന്ദി. താങ്കളും എന്തായാലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. താങ്കൾക്കും ഈ ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ വിവരങ്ങൾ നൽകാൻ കൂടെ നിന്നതിന് വളരെയധികം നന്ദി. എന്തായാലും ഇനിയും രക്ഷാപ്രവർത്തനത്തിന് നമ്മളൊപ്പമുണ്ട് എന്ന് വീണ്ടും അറിയിക്കുകയാണ്. എന്തായാലും നമുക്കിപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇടവേള.